നമസ്കാരം. ഞാൻ സുദർശനൻ ജ്യോത്സ്യർ കവലയൂർ. എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക്, കണ്ടകശനിയുടെ അധ്യായത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഫലമാണത്. അപ്പോ പ്രണമ്യം സർവലോകേശം ദേവദേവേശ്വരം ഗവിം ജ്യോതിശാസ്ത്രം പ്രവക്ഷ്യാമി സർവശാസ്ത്ര സമാഹൃതം. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? നമ്മളെ കണ്ടകശനിയുടെ ഫലം ഇപ്പൊ ഈ വരുന്ന 2025 മാർച്ച് മാസം 29 രാത്രി 10 കഴിയുമ്പോഴത്തേക്ക് കണ്ടകശനി ആരംഭിക്കുകയാണ്. കണ്ടകശനിയല്ല, നമുക്ക് കണ്ടകശനി ഉള്ളവർക്കും കണ്ടകശനി അല്ലാത്തവർക്ക് ഏഴരശനിയും ജന്മശനിയായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇടവം മിഥുനൻ രാശിയുടെ ഫലങ്ങൾ ഞാൻ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അടുത്ത് വേണ്ടത് വെച്ചാൽ കർക്കിടകൻ രാശിയുടെ ഫലമാണ് നമുക്ക് ഇനിയിപ്പോ പറയുന്നത്. കർക്കിടകൻ രാശിയെ സംബന്ധിച്ചിടത്തോളം പൂയം പുണർന്നത്തിന്റെ അവസാനത്തെ ഭാഗം, കാൽഭാഗവും പൂയവും ആയില്യവുമായിരിക്കുന്ന 2 നക്ഷത്രമാണ് കർക്കിടകൻ രാശിയിൽ വരുന്നത്. ആ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അഷ്ടമശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കഴിഞ്ഞ ഒരു ഏകദേശം 4-4.5 വർഷത്തിൽ കൂടുതലായി, 5 വർഷമാണ് മാർച്ച് ആകുമ്പോൾ 5 വർഷം തികയുന്നു, കൂടുതലാവും. ആ കണ്ടകശനി ആയിരുന്നത് പിന്നെ അഷ്ടമശനി ആയിട്ട് ഇപ്പൊ നിന്നിട്ട് 2 വർഷവും 2 മാസവും കഴിഞ്ഞിരിക്കുകയാണ് അവർക്ക്. ഇനി ഒരു 4 മാസം കൂടി, നമുക്ക് മാർച്ച് മാസം ചെല്ലുമ്പോൾ 4 മാസം കൂടി അഷ്ടമശനി ദോഷകാലമുണ്ട്. അഷ്ടമശനി ഉള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില ദോഷങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അനുഭവങ്ങളുള്ളവർ പറയുന്നു. മാത്രമല്ല അനുഭവങ്ങൾ പലതും കാണിച്ചിട്ടുണ്ട്, നമ്മുടെ അനുഭവത്തിലൊക്കെ പലർക്കും ഉണ്ട്. എന്തായാലും ശരി, അതായത് ജയിൽവാസം വരെ അനുഭവിക്കണമെന്നാണ് അഷ്ടമശനി വരുമ്പോൾ. അവിടെ പോലീസ് സ്റ്റേഷനിൽ കയറുക, പരാതികളിൽ ഒരു കാര്യമില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും പരാതിപ്പെടേണ്ട, മറ്റുള്ളവരൊന്ന് പരാതി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതകള്, രോഗങ്ങള്, അപകടങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്ക് പല കാര്യങ്ങളൊക്കെ അഷ്ടമശനിയായിട്ട് സർവ പ്രണാശ എന്നല്ലേ, എല്ലാ നാശഫലങ്ങളൊക്കെയാണ് ഉണ്ടാകാനുള്ള സാധ്യതകളുള്ളത്. അപ്പോ മാത്രമല്ല ചില രോഗങ്ങളുള്ളവർക്ക് അത് കൂടാനുള്ള സാധ്യതകൾ, വിശേഷിച്ചും ശനി ഇപ്പൊ മാറാൻ പോകുന്ന ഈ ഘട്ടത്തിലാണ് കൂടുതൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകുക എന്ന് ശാസ്ത്രകർത്താക്കള് പറയുന്നുണ്ട്. അപ്പോ ആ അഷ്ടമശനിയെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും ആയുഷിന്റെയും രോഗത്തിന്റെയും രോഗഭാവമാണ് 8ാമത്തെ രാശി. അപ്പോ യഥാർത്ഥത്തിൽ ശനി 8ൽ നിന്നാൽ ആയുസ്സിന് ദോഷം ചെയ്യില്ല എന്നുണ്ട്. ആത്മാതേരും ഗഗനകേർ ബലിഭർ ബലവത്തരാഹ ദുർബലേ ദുർബലാജ്ഞയും വിപരീതം ശനി സ്മൃതം എന്നാണ്. അഷ്ടമശനിയിൽ ശനി ആയുസ്സിന് ദോഷം ചെയ്തില്ലെങ്കിലും ആ ദോഷം വരുമെന്നുള്ള ഭീതിപ്പെടുത്തുന്നതായ സാഹചര്യങ്ങളിലേക്ക് അത് നയിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. രണ്ടാമത് നമുക്ക് ആശുപത്രി വാസം വരെ വരാനുള്ള യോഗമുണ്ട്. ചില കാര്യങ്ങൾ ചിലപ്പോൾ കുടുംബപരമായിരിക്കുന്ന വിഷയങ്ങൾ വർദ്ധിക്കും, ചിലപ്പോൾ ദാമ്പത്യ വിഷയങ്ങൾ അവിടെ ദോഷങ്ങൾ. 7ാം ഭാവാധിപനാണല്ലോ നമുക്ക് അഷ്ടമത്തില് ഇങ്ങനെ നിൽക്കുന്നത്, അതിന്റെ ദോഷങ്ങളും വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാകുന്ന തകരാറുകളും അതിൽപ്പെടുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് അനുഭവിക്കപ്പെടേണ്ടതായിട്ട് വരാം. ചിലപ്പോ ഭാര്യ, മക്കള്, ബന്ധുക്കള് അവരൊക്കെ വേർപെട്ട് നിൽക്കേണ്ടുന്നൊരവസ്ഥ ഉണ്ടാകും. വ്യവഹാരങ്ങൾ സംഭവിക്കും. ഇതൊക്കെ അഷ്ടമശനിയുടേതായ ദോഷഫലങ്ങളായിട്ട് വരേണ്ടതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കാനുള്ളത്, അങ്ങനെ അഷ്ടമശനി വേറൊരു കാര്യമുള്ളത്, ശനി അവിടെ കുറച്ച് ഒരു മൂലക്ഷേത്ര ബലം എന്നൊരു ബലത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആ ശനി അവിടെ വലിയ ദോഷം, പറയുന്ന ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും പരിഹരിച്ച് വലതും പോകാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോ നേരത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദോഷങ്ങളെ ഈ പറയുന്ന മാർച്ച് വരെ ഒന്ന് വർദ്ധിക്കാനുള്ള യോഗം ഉണ്ടെന്ന് സാരം. അങ്ങനെ സംഭവിച്ചിരുന്നത് തന്നെയും അവിടെ ആ മൂലക്ഷേത്ര ബലം കൊണ്ട് അവർക്ക് കുറച്ചുകൂടെയൊക്കെ സാരമായ ഒരു ദോഷത്തിലേക്ക് കൊണ്ടുപോകാതെ രക്ഷപ്പെടാനുള്ള യോഗം അവിടെ വരുന്നുണ്ട് എന്നാണ്. സമ്പത്ത് ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ടോ അല്ലെങ്കിൽ കിട്ടാനുള്ളതായിട്ടോ സമ്പത്തുകൾ ചിലപ്പോൾ അവിടെ ബ്ലോക്കായി നിൽക്കേണ്ട സാധ്യതകളൊക്കെ വരാം. വീട് വെച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ വീട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ തടസ്സങ്ങൾ വന്നത് വരാം. ഈ സമയത്ത് ഈ പറയുന്ന 4 മാസം കൂടി പുതിയ ഭവനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ളവർക്ക് അത്ര നല്ല കാലമല്ല. ഇനി ഒരുപക്ഷെ അവർ പറയണ അതെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മൾ വീട് വെക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്താൽ തന്നെയും അത് ഭാവിയിൽ ചില ദുരിതങ്ങൾ വീട്ടിലുണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാവും. അതായത് ഏതോ ഒന്ന് ചെയ്യരുത്, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് ഇന്ന സമയം നല്ലതല്ല, ഇന്നത് ചെയ്തുകൂടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തു കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ എന്ന് ഞെളിയരുത്. കാരണം അത് കഴിഞ്ഞിരുന്നാൽ തന്നെയും അതിന്റെ ഫലങ്ങള് ജാതാവ വിഫല, നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകില്ല എന്ന് നമ്മള് ഒരുപക്ഷെ ഒരു ജ്യോത്സ്യം പറയുകയാണ്, കുട്ടി ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമില്ല. ഒരു പക്ഷേ നിങ്ങൾ അത് അനുഭവത്തിൽ വന്നു എന്നാൽ ചിലപ്പോൾ ഇത് നശിക്കും. ഇതാണ് എൻ്റെ ഫലം. അതുകൊണ്ട് നമ്മൾ വന്നോട്ടെ, നിങ്ങൾക്ക് പ്രയത്നിക്കാം, നിങ്ങൾ അലസരായിരിക്കേണ്ട, പ്രയത്നിച്ചോളൂ, അനുഭവങ്ങൾ അതിൻ്റെ വഴിക്ക് തന്നെ വന്നോട്ടെ. എന്തായാലും ശരി, കണ്ട അഷ്ടമശനിയുടെ ഫലങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്.
അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞാലോ അടുത്ത മാർച്ച് മാസം ഈ പറയുന്ന ടൈം കഴിയുമ്പോൾ നിങ്ങൾക്കത് 9ാമത്തെ രാശിയിലേക്ക് പോകും. ഈ 9ാം ഭാവത്തെ പറ്റി ശനി കണ്ടകനെന്നോ അല്ലെങ്കിൽ ജന്മശനിയോ എന്നോ ഏഴശനിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ 9-ല്. എങ്കിലും 9-ല് ശനി നിൽക്കുന്നത് നല്ലതാണോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അവിടെ ഇപ്പൊ രാഹുവിന്റെ യോഗം കൂടി ഇപ്പൊ ഈ 9-ലുണ്ട്. അപ്പോ രാഹുവും ശനിയും കൂടെ ഭാഗ്യസ്ഥാനത്താണ് വരുന്നത്, പുണ്യസ്ഥാനത്താണ്. അവിടെ ആ ഗ്രഹങ്ങൾ വരുന്നത് അത്ര നന്നായിട്ട് പറയാൻ കഴിയത്തില്ല. ഭാഗ്യങ്ങൾക്ക് വികലത, ഭാഗ്യത്തിന് ദോഷങ്ങളായ അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിതാവിനോ പിതൃകുടുംബത്തിലോ സംഭവിക്കാനുള്ള മരണങ്ങളോ ആപത്തുകളോ അവിടെ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. നല്ല നല്ല ശീലങ്ങളിലൊക്കെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ശീലങ്ങളൊക്കെ ഒത്തിരി കുറഞ്ഞു പോകാനുള്ള അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വൈകല്യം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ പൗത്രന്മാർക്ക് ദോഷങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ. ഇങ്ങനെ ശനി 9ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാഗ്യ ധർമ്മ പ്രവർത്തികളിലെല്ലാം നമ്മൾ ഏർപ്പെട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ മുതലായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ദോഷാനുഭവങ്ങൾ നമുക്ക് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ദയാദാക്ഷിണ്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ അതിനെയൊക്കെ മറികടന്ന് മറ്റൊന്നിലേക്ക് ചിന്തിച്ചു പോകാനുള്ള അല്ലെങ്കിൽ പ്രവർത്തന മേഖലകളിൽ അങ്ങനെ ദോഷങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. ഭാഗ്യധർമ്മ ദയാ പുണ്യ തപ താത സുത ആത്മജ എന്നാണ്. അപ്പൊ അതെല്ലാം ഞാൻ പറഞ്ഞു. ആത്മജൻ പുത്രന്റെ പുത്രൻ അല്ലെങ്കിൽ പുത്രിയുടെ പുത്രി, ഇങ്ങനെയൊക്കെയാണ് ഫലങ്ങളുണ്ട്. രണ്ടാമത് നമുക്ക് അനുഷ്ഠാനങ്ങൾ, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതായ പുണ്യകർമ്മങ്ങൾ എന്നൊക്കെ നമുക്കതിന് പറയാം. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠാനങ്ങളിലൊക്കെ നമുക്ക് വൈകല്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ പൂജകളൊക്കെ നിത്യാനുഷ്ഠാനങ്ങൾ മുടക്കം വരാം. ഇതുകൾ നമ്മൾ ഏതെങ്കിലും ഒരു ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായ കാര്യത്തിലൊക്കെ നമുക്ക് ദോഷം സംഭവിക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഭാഗ്യഹാനി അവിടെ കുറച്ച് വന്നേക്കും. ഇതൊക്കെയാണ് 9-ലേക്ക് ശനി വരുമ്പോഴും ഉള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം വരെ 8-ൽ ശനി അഷ്ടമ ശനി മാറുമ്പോൾ നമുക്ക് ഗുണമില്ല. രണ്ടും അങ്ങനെ ഒരു ഫലവും നമുക്ക് തോന്നിക്കാം. ഇത് ഈ അഷ്ടമശനിയെ പറ്റിയും കണ്ടകശനിയെ പറ്റിയും പറഞ്ഞിട്ടുണ്ടെങ്കിലും യുക്തിയുക്തമായി നമ്മൾ ചിന്തിക്കുമ്പോൾ 9-ലെ ഈ പറയുന്ന ഗ്രഹങ്ങൾ വന്നാൽ ഇങ്ങനെയുള്ള ചില ഫലങ്ങൾ കൂടി അവിടെ ഉണ്ടെന്ന് നമ്മൾ ധരിക്കണം. ഇത് കൂടെയൊക്കെ മനസ്സിലാക്കുക. എന്തായാലും നമുക്ക് ഈ ശനി നമുക്ക് ഈ പറയുന്നതായ ആ രാശിയിൽ നിന്നുള്ള മാറ്റം അനുകൂലമാണെന്ന് ചിലവർ പെട്ടെന്ന് പറയാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതുകൂടെ എടുത്തവിടെ സൂചിപ്പിച്ചത്. പക്ഷെ കർക്കിടകൻ രാശിക്കാരനെ സംബന്ധിച്ച് ഇപ്പോൾ 11-ലാണ് വ്യാഴം നിൽക്കുന്നത്. ഈ വ്യാഴം നമുക്ക് 11-ൽ നിന്നും മെയ് മാസത്തോടു കൂടി വ്യാഴം 12-ലേക്ക് വരും. ഇപ്പൊ 12-ൽ വരുന്ന വ്യാഴവും ശുഭമല്ല. 6, 8, 12 ഭാവങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് അനിഷ്ടരാശികൾ നിൽക്കുന്ന നീചക്ഷേത്രവും ശത്രുക്ഷേത്രത്തിലൊക്കെ ഈ വ്യാഴം ചിലർക്ക് 11-ലാണ് ഇപ്പൊ നിൽക്കുന്നതെങ്കിലും 11-ലെ വ്യാഴം എല്ലാവർക്കും അല്ലെങ്കിൽ ഏത് ഗ്രഹങ്ങളും 11-ൽ നന്നെന്നാണ് പറയുന്നത്. ആ വ്യാഴം 11-ലാണെങ്കിൽ ശത്രുക്ഷേത്ര സ്ഥിതി എന്നുള്ളൊരു ദോഷവും കൂടെ അവിടെ ഉണ്ട്. ഇപ്പൊ ചിലർക്ക് 11-ലെ വ്യാഴന്റെ അനുഭവം നമുക്ക് വേണ്ടത്ര രീതിയിൽ അത് പ്രകടമാകാനുള്ള സാധ്യത കുറവാണ്. ഇതും കൂടെ മനസ്സിലാക്കുക. എങ്കിലും നമുക്ക് ചില കാര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമായിട്ടും ചില കാര്യങ്ങൾ പ്രതികൂലമായിട്ടും നമുക്ക് സംഭവിക്കാം. അപ്പൊ ഇങ്ങനെ നമ്മളെ ഗ്രഹങ്ങളുടെ സ്ഥിതിഭേദങ്ങൾ ചിന്തിക്കുമ്പോൾ അവരുടെ ശത്രുക്ഷേത്രം, മൂലക്ഷേത്ര ബലം, സ്വക്ഷേത്രം, സമക്ഷേത്രം, നീചം, മൗഢ്യം തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമ്മൾ വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ ഭാവഫലങ്ങളിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വിഭിന്നമായ ഫലങ്ങൾ നമുക്കവിടെ വന്നു പോകണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന അനുഭവങ്ങൾ. ഇപ്പൊ കർക്കിടകൻ രാശിക്ക് ചൊവ്വ നമുക്ക് ലഗ്നത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ആ ചൊവ്വ നമുക്ക് മാറുന്നത് വരെയുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാല് ചൊവ്വ നീചത്തിലാണെങ്കിൽ പോലും ആ ജന്മത്തിൽ നിൽക്കുമ്പോൾ ലഗ്നേ കുജേ ക്ഷതധനു എന്നാണ്. ക്ഷത ശരീരത്തിന് എന്തെങ്കിലും ചില ക്ഷതങ്ങളോ വിഷമങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ നമുക്ക് ആ ചൊവ്വ നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും ഉണ്ടാക്കുന്ന ദോഷങ്ങളൊക്കെ വരാൻ ഉള്ള സാധ്യതകൾ നമുക്ക് ഉള്ളത് കൊണ്ടും അപ്പൊ ആ ചൊവ്വ മാറുന്നത് വരെ ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. നമുക്കിവിടെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴത്തേക്ക് ഈ ചൊവ്വ ഇപ്പൊ അടുത്തൊന്നും മാറുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ചൊവ്വ മാറുന്നത് മകരമാസം 8-ാം തീയതിയാണ് ചൊവ്വയുടെ മാറ്റം സംഭവിക്കുന്നത്. അതായത് മകരമാസം 8 എന്ന് പറയുന്നത് ജനുവരി 21-ന് മാത്രമേ കർക്കിടകൻ രാശിയിൽ നിന്നും നമുക്ക് ഈ പറയുന്ന ചൊവ്വ നമുക്ക് മാറുന്നുള്ളൂ. അപ്പൊ അതുവരെ കർക്കിടകൻ രാശിക്കാർക്ക് ചൊവ്വയും അത്ര അനുകൂലമായ ഫലങ്ങൾ തരില്ല. എന്തെങ്കിലും വിഷമസന്ധികളെല്ലാം കുറച്ചുണ്ടാക്കാനും ചില കാര്യങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ, അല്ലെങ്കിൽ ദുഃഖങ്ങളും പ്രയാസങ്ങൾക്കൊക്കെ സാധ്യതകൾ അവിടെ ചൊവ്വ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുക. ദൈവികമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. എല്ലാവരും നല്ല രീതിയിലുള്ള
ഈ കുറച്ചുകൂടി വളരെ ശ്രദ്ധിച്ച് നല്ല ഒരു ജ്യോതിഷകന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടും അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്ത് മുന്നോട്ട് പോയാലേ നമുക്ക് മാറ്റങ്ങളൊക്കെ വരും. നമുക്ക് ദോഷങ്ങൾ ഗൗരവമില്ലാതെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നല്ലത് വരട്ടെ. നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ എന്നെ വാട്സാപ്പിലോ വിളിക്കുകയോ ചെയ്യുക. ഓക്കെ, നല്ലത് വരട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.